എല്ലാം എഴുതി വച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുന്ന ഒരു പ്രസംഗം. അത് പിന്നീട് കേസ് ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏറെ ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. നമസ്കാരം. ഭരണഘടനയെ അവഹേളിച്ച ഈ വാക്കുകളിൽ മന്ത്രി സജി ചെറിയാൻ വീണ്ടും കുരുക്കിലായിരിക്കുന്നു. ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ മന്ത്രി സജി ചെറിയാനെതിരെയായ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് കോടതി തള്ളി. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നു എന്ന വാദവും ഹൈക്കോടതി തള്ളുന്നു. കേസ് അന്വേഷണം അവസാനിപ്പിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ രാജിയില്ലെന്നാണ് സജി ചെറിയാന്റെ നിലപാട്. ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നു. സജി ചെറിയാൻ രാജിവെക്കേണ്ടേ? ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ റജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അദ്ദേഹം അഭിഭാഷകനാണ്, PDT ആചാരി, ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, BJP പ്രതിനിധി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PDT ആചാരി. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ് സജി ചെറിയാൻ. ആ സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചോ എന്നതിൽ തുടരന്വേഷണം വേണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സജി ചെറിയാൻ ഇനി മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയുമോ? സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കോടതി ശിക്ഷിച്ചു കഴിയുമ്പോൾ മാത്രമേ ആ ഒരു പ്രശ്നം വരുമോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായ ആവശ്യങ്ങൾ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഹൈക്കോടതിയുടെ ഈ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഓർഡർ അതൊരു ടെക്നിക്കൽ ഗ്രൗണ്ടിലാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന്റെ പല തെളിവുകളും, അതായത് ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുന്നതിന് മുമ്പ് ക്രോഷ് റിപ്പോർട്ട് കൊണ്ടുവന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ അത് നമ്മൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ടെക്നിക്കലായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ തുടരണം, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിൽ അവഹേളനം കാണാമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മെറിറ്റിന്റെ ബേസിലുള്ള ഒരു ഡിസിഷൻ അല്ല എന്നുള്ളതാണ്. ടെക്നിക്കൽ ഗ്രൗണ്ടിൽ അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് പറയുന്നതോടൊപ്പം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ PDT ആചാരി, കഴിഞ്ഞ തവണ ആദ്യം ഈ പ്രസംഗം വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തപ്പോൾ ധാർമ്മികത ഉയർത്തിയാണ് ആ സ്ഥാനം സജി ചെറിയാൻ രാജിവെച്ചത്. അതേ ധാർമ്മിക പ്രശ്നം ഇപ്പോഴും ഉയരുന്നില്ലേ? അതിപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ളത് മാത്രമാണല്ലോ ഇപ്പോഴത്തെ ഈ ഹൈക്കോടതിയുടെ ഒരു ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ആ പറഞ്ഞ പ്രശ്നം അവിടെ ഉണ്ടാവുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പോലീസ് റിപ്പോർട്ട്, ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടിയ പോലീസ് റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എന്തുണ്ട്? അല്ലാതെ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസിന്റെ ഭാഗമാണ്. അതിൽ നിന്ന് അവർക്ക് കിട്ടിയ ചില ഫൈൻഡിങ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പൊ സജി ചെറിയാൻ നേരിട്ട് അതിന് ബന്ധമില്ലല്ലോ. സജി ചെറിയാൻ മന്ത്രിയായിട്ട് തുടരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ തുടരണോ വേണ്ടോ എന്നൊക്കെ ഉള്ള പ്രശ്നം, അത് സാധാരണഗതിയിൽ ഒരു മന്ത്രി രാജിവെക്കേണ്ടി വരുന്നത് ഒരു കോടതി ശിക്ഷിക്കുമ്പോൾ ആണ് രാജിവെക്കുന്നത്. ഇതിപ്പോ അങ്ങനെ ഒരു സ്റ്റേജിലൊന്നും എത്തിയില്ലല്ലോ. പക്ഷേ ശ്രീ PDT ആചാരി, ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ആ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം തന്നെ അതിന്റെ ധാർമ്മിക പ്രശ്നം ഉയർത്തി രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ ക്ലീൻ ചിറ്റിനിടയാക്കിയ
പോലീസ് റിപ്പോർട്ട് തട്ടിക്കൂട്ടിയ റിപ്പോർട്ടാണ്, അത് അംഗീകരിക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ചത് പ്രഥമദൃഷ്ട്യാ വ്യക്തമാണ് എന്ന് കോടതി സൂചിപ്പിക്കുന്നു. ഇന്റഗ്രിറ്റി ഉള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ക്രൈംബ്രാഞ്ചിലെ, അത് വളരെ സ്പെസിഫിക് ആയി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്, ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിന്റെ സീരിയസ്നെസ് മുമ്പത്തേക്കാൾ കൂടുകയല്ലേ ചെയ്തിട്ടുള്ളത്? അതൊക്കെ ശരിയായിരിക്കാം. ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് സംശയമൊന്നും വേണ്ടല്ലോ. അത് കോടതി പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു സ്റ്റേജിൽ കോടതിക്ക് ആ ഒരു മെറിറ്റിലേക്ക് പോകേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം കോടതി ഇപ്പോഴും മെറിറ്റിൽ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയുടെ ഒപ്പീനിയനാണ്. ഇനി അത് ഫർദർ അതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ട്രയലിന്റെ ഒക്കെ കീഴ്ക്കോടതിയൊക്കെ അത് സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ലേ? അപ്പൊ അത് ശരിയല്ലല്ലോ. ഇപ്പോൾ ഈ ക്ലീൻ ചിറ്റ് കിട്ടിയ റിപ്പോർട്ട്, മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്, അത് രണ്ടും ഉയർന്ന കോടതി തള്ളിക്കളയുകയാണ്. നമുക്കറിയാം മേൽക്കോടതികളുടെ ഓരോ വിധി വരുമ്പോൾ അതാണ് പിന്നെ ഏറ്റവും നിലവിൽ നിൽക്കുന്ന നിർദ്ദേശം, കോടതി നിർദ്ദേശം, ലോ ഓഫ് ലാൻഡ് എന്ന രീതിയിൽ നമ്മൾ അതിനെയാണ് ഫോളോ ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടുന്ന വ്യക്തി മന്ത്രിസ്ഥാനത്ത് തുടരുമ്പോൾ ആ അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ? മന്ത്രിസ്ഥാനം തുടരണോ വേണ്ടയോ എന്നുള്ളത് അത് ആ ഒരു കാര്യം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അത് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ് നല്ലത് ആ കാര്യങ്ങളൊക്കെ. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കോടതി ഒരു ഇതിനെ വിളിച്ചൊരാളിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ certainly ആ ആളിന് പിന്നെ ആ ഒരു പൊസിഷനിൽ തുടരാൻ സാധ്യമല്ല. ഇതിപ്പോ ആ ഒരു സ്റ്റേജിലൊന്നും ഈ കേസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോ ഈ കോടതി ഉത്തരവോടുകൂടി സജി ചെറിയാൻ നടത്തിയത് വിമർശനമാണോ അവഹേളനമാണോ എന്നത് വീണ്ടും ചർച്ചയാവുകയാണല്ലോ. കോടതി തന്നെ പറയുന്നു പ്രഥമദൃഷ്ട്യാ ഇത് അവഹേളനമായി തന്നെ കാണണം എന്ന് കോടതി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു മന്ത്രി, ഭരണഘടനയെ സംരക്ഷിക്കേണ്ട വ്യക്തി ആ രീതിയിൽ ഭരണഘടനയെ വിമർശിക്കുകയല്ല അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഈ നമ്മൾ അതിന്റെ ട്യൂണിങ് പോയി കഴിഞ്ഞാല് നാഷണൽ ഓണർ ആക്ട് എന്നൊക്കെ പറയുന്നത് അതിന്റെ രണ്ടാമത്തെ പോയാൽ അവിടെ പറയുന്ന അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡിസപ്രോബേഷൻ ആണ്. ഡിസപ്രോബേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഡിസപ്രൂവൽ ഓൺ മോറൽ ഗ്രൗണ്ട്സ് എന്നുള്ളതാണ്. അപ്പൊ ഡിസപ്രൂബേഷൻ ഡിസ്റെസ്പെക്ട് അല്ല എന്ന് ആ ഒരു സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് ശരിക്കും അത് കോടതിയൊക്കെ ഇതിനെപ്പറ്റി ചെയ്യാൻ കോടതിക്ക് അധികാരമുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജ് വരുമ്പോൾ കോടതി തീർച്ചയായിട്ടും അത് പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ളതന്നെ എന്റെ വിശ്വാസം. ശരി, വളരെ നന്ദി ശ്രീ PDT ആചാര്യ. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് മറ്റ് അതിഥികളിലേക്ക് കൂടി പോവുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നേരത്തെ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ പ്രതിഷേധം അതിനെതിരെ ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് തന്റെ രാജി എന്നത് സജി ചെറിയാൻ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം ക്ലീൻ ചിറ്റ് കിട്ടി അദ്ദേഹം മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ആ ക്ലീൻ ചിറ്റ് കിട്ടിയ പോലീസ് റിപ്പോർട്ടും മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവും റദ്ദാക്കിക്കൊണ്ട് തുടരന്വേഷണത്തിന് ഉത്തരവിടുന്ന സാഹചര്യത്തെ കൂടുതൽ ഗൗരവതരമായ ഒരു സാഹചര്യമായിട്ട് വേണമോ നമ്മൾ കാണാൻ? തീർച്ചയായിട്ടും വളരെ വളരെ ഗൗരവമായൊരു ഇഷ്യൂ ആണിത്. ഇതിനെ ഇങ്ങനെ ലൈറ്റായിട്ട് നമ്മൾ കണ്ടാൽ ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കാൻ ഒരു മടിയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ട്. ഈ ഭരണഘടനയോട് ഡിസ്റെസ്പെക്ട് കാണിക്കുന്ന സംവിധാനത്തിൽ പലരും ഈ രാജ്യത്തുണ്ട്. ഈ ഭരണഘടനയാണ് നമ്മുടെ എല്ലാ അവകാശങ്ങളും നിലനിർത്തി തരുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ ഭരണഘടനയുടെ ഓരോ പ്രൊവിഷനും ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ പ്രൊവിഷൻസാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയാമ്പിളിൽ വരുന്ന
ഡെമോക്രസി എന്ന് പറയുന്നതും സെക്യുലറിസം പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതും ഫ്രറ്റേണിറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസാണ്. ഇദ്ദേഹം പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് പറ്റിയ ഭരണഘടനയാണ് നമ്മുടേതെന്ന് പറയുകയാണ്. ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഭരണഘടനയാണെന്ന് പറയുകയാണ്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഭരണഘടനയാണെന്ന് പറയുന്നു. അത് എന്നിട്ടിത് മതേതരത്വം, ജനാധിപത്യം, കുന്തം, കുടച്ചക്രം എന്ന വാക്കുകളൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ പോലീസിന്റെ ഫൈൻഡിങ് എന്താണെന്നറിയാമോ? പോലീസിന് ഇതിനൊന്നും തോന്നിയിട്ടില്ല. മന്ത്രിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള അവിടെ നിൽക്കട്ടെ, മന്ത്രിക്ക് ഇതൊന്നും ഒരു കുറ്റമായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം രാജിവെച്ചത് അന്ന് രാജിവെച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പോഴും രാജിവെക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അന്വേഷിച്ച പോലീസിനോ, ഇവിടെ എന്താ നിയമം നടപ്പിലാക്കുന്ന പോലീസിന് അതിനകത്ത് അങ്ങനൊരു ഭരണഘടനയെ അവഹേളിക്കാനുള്ള മെന്റൽ ഇന്റൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് പോലീസിന് തോന്നുകയാണ്. എന്നിട്ട് പോലീസ് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ തെറ്റൊന്നുമില്ല എന്ന് കോടതിയിൽ വാദിക്കേണ്ടി വരികയാണ്. കോടതിയിൽ സ്റ്റേറ്റിന് വാദിക്കേണ്ട ഗതികേട് വരികയാണ്. ഈ ഭരണഘടനയെ അവഹേളിച്ചതിൽ തെറ്റൊന്നുമില്ല, അത് ഇന്റൻഷണൽ അല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും ഇന്റൻഷൻ? ഈ കുന്തം കുടച്ചക്രം എന്ന് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ പറയാനുള്ള ഇന്റൻഷൻ എന്തായിരിക്കും? ഒരു ഇന്റൻഷനും ഇല്ലാതെ, ഒരു ബോധ്യവും ഇല്ലാതെ, ഒരു തോന്നലുമില്ലാതെ തോന്നുന്ന പോലെ പറഞ്ഞതാണെന്നോ? എന്നിട്ട് കോടതി എന്ത് ചെയ്യണം? കോടതിയും ഇത് അക്സെപ്റ്റ് ചെയ്യണം. മന്ത്രി പറയുന്നു, അന്വേഷണ ഏജൻസി അത് തെറ്റില്ല എന്ന് അന്വേഷണ ഏജൻസിക്ക് തോന്നുന്നു, തെറ്റില്ല എന്ന് പറഞ്ഞ് വാദിക്കേണ്ടി വരുന്നു. എന്നിട്ട് കോടതി അത് അക്സെപ്റ്റ് ചെയ്യണം. ഈ രാജ്യത്തിന്റെ ഇത്രയധികം പോരാട്ടം നടത്തി ത്യാഗമെടുത്ത് നമുക്കൊരു രാജ്യം നേടിത്തന്നിട്ട് അതിനൊരു ഭരണഘടനയാണ് നമ്മുടെ ബേസിസ്. ആ ഭരണഘടനയെ ഇത്രയും അവഹേളിച്ചാൽ അവഹേളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം 1971 അതിന്റെ സെക്ഷൻ 2 ഒരു ഒഫൻസ് കമ്മിറ്റി ചെയ്യപ്പെട്ടു എന്ന് വ്യക്തമല്ല. എന്തിനാണ് ഫോറൻസിക് ഒന്നും ആവശ്യമില്ല സത്യത്തിൽ. ഇത് പബ്ലിക് ഇതിൽ അവൈലബിൾ അല്ലേ? എങ്ങനെയാണ് ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ട് ആ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു? എന്നിട്ട് ആ റിപ്പോർട്ടിൽ കൊണ്ടുവന്ന് എന്താ പറയുക, ഫോറൻസിക്കിൽ കൊടുത്ത സാധനം ഇതൊന്നും അവിടെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നു. എന്നിട്ട് അത് വീണ്ടും ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് പോലും നമ്മുടെ മുമ്പിൽ ഇതെങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ പോലും അപകടകരമാണ്. ആ മന്ത്രി ഇപ്പോഴും ആ കസേരയിൽ ഇരിക്കുകയാണ്. നിങ്ങൾ പാരഗ്രാഫ് 16, 17 ആ ജഡ്ജ്മെന്റിൽ ഒന്ന് വായിച്ചു നോക്കൂ. എന്താ 16, 17, 17, 18 ഒന്ന് വായിച്ചു നോക്കൂ. കോടതി എന്ത് ചെയ്യും? കോടതിയുടെ മുമ്പിൽ ഇങ്ങനൊരു വിഷയം വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുക, ഞങ്ങൾക്ക് മെന്റൽ ഇന്റൻഷൻ ഇല്ല, കുന്തം കൊടച്ചക്രോ എന്നൊക്കെ പറയുന്നതിൽ തെറ്റില്ല, അത് ജനാധിപത്യത്തെയും മതേതരത്തെയും പറഞ്ഞതിൽ തെറ്റില്ല, എന്നിട്ട് ജനങ്ങളെ ലൂട്ട് ചെയ്യുന്ന ഭരണഘടനയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നൊക്കെ വർത്താനം പറഞ്ഞിട്ട് അത് ആ വിഷയം കോടതിയുടെ മുമ്പിൽ വന്നുപോയി. കോടതിയുടെ മുമ്പിൽ വന്നു പോകുമ്പോൾ കോടതി എന്ത് പറയണം? ആദ്യത്തെ വാക്കുകൾ നിങ്ങൾ നോക്കൂ. ആ ഭരണഘടന എങ്ങനെയാണ് അംബേദ്കർ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ തമാശ എടുക്കുക. ഇനി വേറൊന്ന് കേട്ടോളൂ. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ 8(1)(k) പറയുന്നത് സെക്ഷൻ 2 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് 1971 ഒരു കൺവിക്ഷൻ ഉണ്ടായാൽ ആ കൺവിക്ഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അസംബ്ലിയിൽ മത്സരിക്കാൻ എം എൽ എ പുറത്തു പോകണം. ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന് പേറ്റന്റ് ആയിട്ട് ബോധ്യമുള്ള കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പോലീസ് പറയുകയാണ് മെന്റൽ ഇന്റൻഷൻ ഇല്ല എന്ന്. എന്നിട്ട് അത് കോടതിയിൽ കൊണ്ട് മജിസ്ട്രേറ്റ് കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അത് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ കോടതി എന്ത് ചെയ്യണം? ഈ രാജ്യത്തോട് മിനിമം മാന്യത നമുക്ക് കാണിക്കണ്ടേ? ഈ ഒരു MLA ഉള്ളവർക്ക് മന്ത്രിയാക്കാൻ വേറെ ആരുമില്ലേ? ഞാൻ പറയുന്നത് നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതൊന്നും നോക്കാതെ തന്നെ മന്ത്രിസ്ഥാനത്ത് തുടർന്നേ മതിയാവുള്ളൂ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ മുഖ്യമന്ത്രിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചിന്താഗതി തിരുത്തണം. അല്ലാത്ത ആളുകളതിനകത്ത് ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ ലൂസായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല ഇന്ത്യൻ ഭരണഘടനയെ. അവർ ഓത്തെടുത്ത് കയറിയിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് കോടതി എടുത്ത തീരുമാനം, കോടതിക്ക് എന്താ ഇത് പറയാൻ മേലെ? ഇത് ആരാണ് ഇവരൊക്കെ? കോടതി ഇത് പറഞ്ഞാൽ എന്ത് തെറ്റായി പോയോ? കോടതി പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇയാൾ പറഞ്ഞതൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണോ? ഇവരൊക്കെ പറയുന്നതെല്ലാം അങ്ങനെ സംഭവിക്കാമെന്ന് പറയണോ? The court will not accept it. At least in Kerala നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ കോടതിയിൽ നിന്നും ഒരു ലിവറേജും കിട്ടുമെന്ന് കരുതരുത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, താൻ മന്ത്രിയായിരുന്നാൽ സ്വതന്ത്രമായ അന്വേഷണ തീരുമാനം വരുന്നതിന് തടസ്സമാകും. മന്ത്രി എന്ന നിലയിൽ ആ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല, അതുകൊണ്ട് രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജൂലൈ മാസം 2022 സജി ചെറിയാൻ രാജിവെക്കുന്നത്. സമാനമായ അന്വേഷണത്തിനുള്ള സാഹചര്യമാണ് ഇന്നത്തെ കോടതി ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആ അന്വേഷണം നടക്കുമ്പോൾ മന്ത്രിസ്ഥാനത്ത് സജി ചെറിയാന്
തുടരാൻ കഴിയുമോ? അദ്ദേഹം തന്നെ പറഞ്ഞ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അദ്ദേഹത്തിന് തുടരാൻ ധാർമ്മികമായ അവകാശമുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയെ വിമർശനം വിധേയമാക്കാവുന്നതാണ്. സാക്ഷാൽ ബി ആർ അംബേദ്കറിനെ നമ്മുടെ ഭരണഘടനയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അവഹേളിക്കാൻ പാടില്ല. മോശമായ വാക്കുകളോട് നമ്മുടെ ഭരണഘടനയെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റ് തന്നെ. ആ കാര്യത്തിൽ നമുക്ക് ആരോടും യോജിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം തന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം പ്രസംഗിച്ചതിൽ ഒരു വാക്ക് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ധാർമ്മികതയിൽ അദ്ദേഹം രാജിവെച്ചു പോയി. അത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് കോടതി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് പ്രകാരം അത് കോടതി ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തതിനനുസരിച്ചാണ് വീണ്ടും അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടത്. UDF സർക്കാരിന്റെ ഒരു മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ന്യായീകരണങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. കാരണം മന്ത്രിയുടെ രാജി പോക്കറ്റിൽ വെച്ച് ദിവസങ്ങളോളം കൊണ്ടു നടന്ന ഒരു മുഖ്യമന്ത്രി ഭരിച്ച നാടാണ്. തൊട്ട് LDF വരുന്നതിന് മുമ്പുള്ള നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. ഭരണഘടനയെ അവഹേളിച്ചിട്ട് തുടർന്ന ആളുടെ പേരൊന്ന് പറയൂ റിജി. ഭരണഘടനയെ അവഹേളിച്ചിട്ട് രാജിവെക്കാതെ പോയ ഒരാളുടെ പേര് പറയൂ. ആ ആളുടെ പേര് കെ ബാബു. ഇപ്പോഴത്തെ MLA ആണ്. ഉമ്മൻചാണ്ടിയാണ് പിന്നെ തന്റെ രാജി പോലും സ്വീകരിക്കാതെ പോക്കറ്റ് വെച്ചിട്ട് ഒരു മന്ത്രി രാജി എഴുതി കിട്ടുന്നത് പോലും സ്വീകരിക്കാതെ വന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാ. നമ്മളൊക്കെ ഡിബേറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അത് കേരളത്തിൽ ഒരു എവിഡൻസ് ആയിട്ടുള്ള സംഭവം. അതിലേക്ക് പോകുന്നില്ല. കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞോ? കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞോ അവന്? ഏതെല്ലാം പേരിൽ ഇവിടുത്തെ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. ഇവിടെ അല്ല ഞാൻ ആരുടെയൊക്കെ ചോദ്യത്തിന് ഉത്തരം പറയണ്ട. എനിക്ക് ആ കൺഫ്യൂഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നിരിക്കുന്നു സാറേ. ഇന്നത്തെ ഭരണഘടന അവഗണിക്കാൻ പാടില്ല, പക്ഷെ വിമർശന വിധേയമാക്കാം. ഇന്ത്യൻ ഭരണഘടന തന്നെ 100% എന്താ പറയാ ഫിറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാമല്ലോ 100-ലേറെ തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവഗണിക്കാൻ പാടില്ല. നമ്മുടെ ഭരണഘടന അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യദ്രോഹം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് യാതൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. വീണ്ടും കൊട്ടാരക്കരയിലുള്ള ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതി കേസ് കൊടുത്തു. അത് കോടതി ഇന്ന് അതിന്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് കോടതി ഇന്ന് വിധിച്ചിരിക്കുന്നത്. കൂടുതൽ ഇൻവെസ്റ്റിഗേഷനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. സജി ചെറിയാനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞ എന്നെ ഈ കാര്യത്തിൽ മുക്തനാക്കി കീഴ്ക്കോടതി. പിന്നെ ഹൈക്കോടതി ഇൻവെസ്റ്റിഗേഷൻ വരുന്നു. അതിന്റെ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ സാക്ഷാൽ MP ഗോവിന്ദ മാഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ട ഒരാള് മന്ത്രിയായിട്ട് തുടരണോ വേണമെന്നുള്ളത് മുഖ്യമന്ത്രി ആത്യന്തികമായിട്ട് തീരുമാനിക്കാം. അതാണല്ലോ അതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്താ? ഇതിന് എന്താണ് നമ്മുടെ അന്വേഷണം ഉചിതമായ നടപടി പിന്നെ പാർട്ടി സ്വീകരിക്കുന്ന നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ധാർമ്മികതയും നിയമപരമായ കാര്യങ്ങൾ നിയമത്തിനോട് ആലോചിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുമായിരിക്കും. സജി ചെറിയാൻ അത് അനുസരിക്കുമായിരിക്കും. കഴിഞ്ഞ തവണയും അതാണ് സംഭവിച്ചത്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സജി ചെറിയാൻ പറഞ്ഞത് രാജിയില്ല എന്നാണ്, ധാർമ്മികതയുടെ വിഷയം കഴിഞ്ഞു എന്നാണ്. അല്ല, അത് അദ്ദേഹത്തിന്റെ ന്യായം പറഞ്ഞു. അത് ശരി, ന്യായമല്ലേ? അതെങ്ങനെ ന്യായമാകും? അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ധാർമ്മികമായി ഒരു അന്വേഷണം നടക്കുമ്പോൾ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ആ അദ്ദേഹം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുമ്പോൾ മന്ത്രിസ്ഥാനത്ത് തുടരും എന്ന് പറയുന്നു. അല്ല, ഒരു മന്ത്രി തുടർന്നാലും ഇല്ലെങ്കിലും ആ മന്ത്രിയുടെ പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹം കൈയെടുത്തെന്ന് പറയുന്നത് വെറും തെറ്റായ കാര്യങ്ങളാണ്. CPM ഭരിക്കുമ്പോൾ കോൺഗ്രസ് മന്ത്രിമാർ എന്തായാലും വരികയല്ലോ, CPM മന്ത്രിമാരല്ലേ വരത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഗവൺമെന്റ് എടുക്കുന്ന നടപടികളാണ്. അതൊന്നും അതിനെക്കുറിച്ചൊന്നും അന്വേഷണം. ഇതിപ്പോ അദ്ദേഹം രാജിവെക്കണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം അതിന് ഈ ചർച്ചയുള്ള മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കോ ഇല്ലയോ? ഞാൻ അദ്ദേഹം രാജിവെക്കണമെന്നോ രാജിവെക്കരുതെന്നും ഞാൻ പറയുന്നില്ല. ധാർമ്മികതയുടെ പേര് അദ്ദേഹം രാജിവെക്കണമെന്നുണ്ടെങ്കിൽ, കോടതി പരാമർശത്തിന്റെ പേര് അദ്ദേഹം രാജിവെക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആ നിമിഷം രാജിവെക്കും. പാർട്ടി തീരുമാനമെടുത്ത് കോടതി ഉത്തരവ് വന്നിട്ട് ഇത്രയധികം മണിക്കൂറുകളായി. ഇതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ രാജി ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഉണ്ടാകേണ്ടേ? അതുണ്ടായില്ല എന്ന് മാത്രമല്ല, സജി ചെറിയാൻ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കോടതി വിധിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു ഇനി ധാർമ്മികതയുടെ വിഷയമില്ല, അത് അന്ന് കഴിഞ്ഞു, ഞാൻ രാജിവെക്കില്ല എന്ന് ഒരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ ആ മന്ത്രി തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞാൽ കേട്ടു. അദ്ദേഹം ധാർമ്മികത പേരിൽ, അദ്ദേഹം ഉയർന്ന ധാർമ്മികത പേരിൽ ഇങ്ങനെ ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചു. ഒരു നിമിഷം നോക്കാൻ അദ്ദേഹം രാജിവെച്ചു പോയി. കോടതി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്താൽ കുറ്റക്കാരനല്ലാതെ കൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പൊ അതാ പറഞ്ഞ ധാർമ്മികത അദ്ദേഹം കാണിച്ചു. ഇനി വീണ്ടും ഒരു വിഷയത്തിൽ രണ്ട് ധാർമ്മികത ഉണ്ടോ?
അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾക്കിപ്പോ അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ഇന്നലെ തന്നെ രാജിവെക്കണം നിങ്ങളുടെ ആവശ്യമാണ്. അതൊന്നും നടക്കത്തില്ല. അദ്ദേഹങ്ങളുടെ പാർട്ടി തീരുമാനിച്ചോളും. CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. അദ്ദേഹത്തിന് ടിക്കറ്റ് എടുത്ത് മത്സരിച്ച് മന്ത്രിയാക്കിയത്. ആ പാർട്ടിയുടെ തീരുമാനം നാളെ വരുന്നതിനും നിങ്ങൾ എന്നോട് ശ്രമിച്ചുകൂടാ. അത്ര വലിയ രീതിയിലുള്ള ഒരു കുറ്റത്തിന് 2 ശിക്ഷയൊന്നുമില്ലല്ലോ. ഒരു ശിക്ഷയല്ലേ നാട്ടിലുണ്ട്. ഞാനതിന് നിയമോചിതം ഞാൻ എല്ലാവർക്കും ബാധകമാകുന്നതാണ് നമ്മുടെ നിയമം. മന്ത്രി ഭരണഘടനയെ അവഹേളിച്ചോ ഇല്ലയോ എന്നത് അന്വേഷണത്തിലൂടെ തെളിയേണ്ടതാണ്. ആ അന്വേഷണം പോലും മതിയായ രീതിയിൽ നടന്നിട്ടില്ല എന്നതാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. FSM റിപ്പോർട്ട് പോലും കിട്ടുന്നതിന് മുൻപ് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മളുടെ അന്വേഷണ സംവിധാനം എങ്ങനെ പ്രവർത്തിച്ചു എന്നത് കോടതിയിൽ വെളിവാവുകയാണ്. അതിന് ഭരണകൂടം എങ്ങനെ കൂട്ടുനിന്നു എന്നത് വെളിവാവുകയാണ്. അത്രയും ഗൗരവമായ സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചു എന്ന വിഷയത്തിനൊപ്പം തന്നെ ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു, തെറ്റായ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു എന്നുള്ള ഗൗരവതരമായ വിഷയം കൂടി മുന്നിൽ വരികയാണ്. സാഹചര്യം കൂടുതൽ ഗൗരവമുള്ളതാവുകയാണ്. അപ്പോൾ താങ്കൾ ഇത്ര ലാഘവത്തോടു കൂടി അതിന് മറുപടി പറഞ്ഞു പോകരുത്. ഞാൻ സാധാരണ ഇടതുപക്ഷക്കാരൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കടന്നു പറഞ്ഞ ആളാണ് ഈ ചർച്ചയിൽ ഞാൻ. കാരണം അദ്ദേഹത്തിന്റെ ധാർമ്മികത അല്ല അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ ഗൗരവം എന്താണെന്നുള്ള ഓരോ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും കോടതി എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് വളരെ അന്തമാണ്ടിലായിരിക്കായിരുന്നു. ഞാനൊരിക്കലും ഇന്ത്യൻ ഭരണഘടനയെ അവഗണിക്കുകയോ അല്ല അറിയാതെയോ അറിഞ്ഞോ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്ന ഒരാളോടൊന്നും പൊറുക്കുന്ന ആളല്ല. ഇന്ത്യയിൽ ഒരു പൗരനും അത് സംഭവിക്കുന്നു തോന്നുന്നില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. R. ബാലകൃഷ്ണൻ സാറ് ആ പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹം 1985 എന്റെ ഓർമ്മ അദ്ദേഹം രാജിവെച്ചു പോകേണ്ട വന്നു. അങ്ങനെ നിരവധി മന്ത്രിമാർ പല കാരണത്താൽ ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ പോലും ഇവിടെ രാജിവെച്ചിട്ടുണ്ട്. അതിനകത്ത് പുതുമയൊന്നുമില്ല. പക്ഷേ സജി ചെറിയാൻ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താ ആ ധാർമ്മികത ഇതിനു മുമ്പ് കാണിച്ചു. ഇപ്പോൾ ഇത് ഭരണഘടനയെ അവഗണിച്ചു എന്നൊരു വാക്കിൽ നിന്ന് ഹൈക്കോടതിയുടെ ഉത്തരവില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ആ ഇൻവെസ്റ്റിഗേഷൻ ശരിയായില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. അത് നീതിവാന്മാരായ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിക്കുന്നത് മാത്രമേ മതിയുള്ളൂ. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വേണം ഉപയോഗിച്ചിരിക്കുന്ന ആള് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ താല്പര്യത്തിലേക്ക് കോടതിക്ക് അതൊരു റെസ്പെക്ട്ഫുൾ മാനറിലായിട്ടോ കാണാൻ കഴിയില്ല എന്ന് കോടതി സൂചിപ്പിക്കുന്നുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് അവഹേളനമാണ് എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നതെന്ന് കോടതി പറയുന്നുണ്ട്. അല്ല, അത് റെസ്പെക്റ്റീവ് വേണമല്ല എന്ന് പറഞ്ഞ് ഞാൻ വായിച്ച അതിനകത്ത് അവഹേളനം എന്നുള്ള വാക്കൊന്നുമില്ല. നിങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് തെറ്റായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഒരു പാർട്ടി സംവിധാനമുണ്ട്. കോടതി പറഞ്ഞതാണ്, കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ തെറ്റായി വ്യാഖ്യാനിക്കുന്നതല്ല. അല്ലാതെ ഞാനത് വായിച്ചു. അദ്ദേഹം പബ്ലിക് ഡൊമൈനിലുണ്ട് ആ കോടതി ഉത്തരവ് എന്താണെന്നുള്ളത്. നമ്മളൊക്കെ ഞാനിപ്പോ പകല് തന്നെ ഒരു ഡിബേറ്റിൽ പങ്കെടുത്തിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു പാർട്ടി സംവിധാനം പാർട്ടി നാളെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞതിന് അപ്പുറം നിങ്ങൾക്ക് എന്താണ് തെളിവ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞെന്താ പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രാജിവെക്കില്ല, അതിന്റെ ആവശ്യമില്ലെന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞില്ല. നിങ്ങൾ ആലോചിക്കണം. സാധാരണ അങ്ങനെയാ പറയേണ്ടത്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇതിനെ ബഹളം വെച്ചിട്ടുള്ള കാര്യമുണ്ടോ? അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം സത്യസന്ധമായിട്ട് ഞാൻ പറയാം, അദ്ദേഹം ഒരു ശുദ്ധഗതിക്കാരന ഒരു നല്ല മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടിയിട്ട് മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കണം ആഗ്രഹിക്കുന്ന പ്രതിപക്ഷത്തിന്റെ വാദഗതിയോട് ഞാൻ വിയോജിക്കുന്നില്ല. അവർക്ക് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഡെമോക്രസി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന കോട്ടയം ഉൾപ്പെടുന്ന അവിടുന്ന് പോയിട്ട് തെക്കൻ പ്രദേശത്തേക്കുള്ള ഓണാട്ടുകര എന്നുള്ള പ്രദേശത്ത് ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അതിന് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ എന്റെ ജില്ലക്കാരനാണ്. പക്ഷെ ഒന്നും പറയാം, അദ്ദേഹം മലബാറോട്ട് തന്നെ അടച്ചുള്ള മലബാർ മേഖലകളിൽ നിങ്ങളെന്ന് വിളിച്ചാൽ ഫാദർ തോന്നുന്നു പിതാവിനെ പോലും നിങ്ങളെന്ന് വിളിക്കുക റെസ്പെക്റ്റാ. ഞാനിവിടെ ജീവിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കയറി നിങ്ങളെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റെസ്പെക്ട് കുറയും. അപമാനം എന്ന് പറയാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ മനുഷ്യന്റെ വായിൽ നിന്ന് വരും. പക്ഷെ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ള നിലപാടുകാരാണ് ഞാൻ. എനിക്ക് അതിന് യാതൊരു സംശയമില്ല. പക്ഷെ അതിലൊരു ശിക്ഷ അത് ഏറ്റുവാങ്ങി അത് രാജിവെച്ചു. പിന്നീട് അദ്ദേഹം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചു പോയത് എങ്ങനെയാണ് ഒരു ശിക്ഷയാവുക? അത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടന്ന് അതിൽ വ്യക്തത വരാതെ അദ്ദേഹം തിരിച്ചു വന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? താങ്കൾ ദയവായി തുടരുക. നമുക്കൊപ്പം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് കൂടി ചേരുകയാണ്. ശ്രീ കൃഷ്ണദാസ്, ഒരു തവണ ഈ വിഷയം ഉണ്ടായപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചതാണ്. അതിനുശേഷം ക്ലീൻ ചിറ്റ് കിട്ടിയാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. ഇപ്പോൾ മറ്റൊരു കോടതി അത് തെറ്റാണെന്ന് കണ്ടിരിക്കുന്നു. തന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ താൻ പറഞ്ഞ പരാമർശങ്ങളിലേക്ക് കടന്നുള്ള കോടതി ഉത്തരവല്ല ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽക്കോടതികളെ സമീപിക്കും. എന്താണ് നിയമപരമായ വഴി എന്നത് തേടും എന്ന് പറയുന്നു സജി ചെറിയാൻ. ആ നിലയിൽ സജി ചെറിയാന് കുറച്ച് സമയം എടുക്കാമോ നിയമ പോരാട്ടത്തിന്? കൃഷ്ണദാസ്, ഓഡിയോ കേൾക്കുന്നില്ല.
ശരി, അദ്ദേഹത്തിന്റെ ഓഡിയോ ലഭ്യമല്ല. എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്കൊരു ഇടവേളയുടെ സമയമായിരിക്കുന്നു. ഇടവേളയ്ക്ക് വീണ്ടും ചർച്ചയിലേക്ക്. കൃഷ്ണദാസിന്റെ ഓഡിയോ ശരിയായിട്ടില്ല, എന്തോ ടെക്നിക്കൽ പ്രശ്നമുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിലേക്ക് എത്താം. ശ്രീ മുഹമ്മദ് ഷാ, ഇവിടെ സജി ചെറിയാൻ പറയുകയാണ് താൻ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ തന്നെ കേൾക്കേണ്ടതായിരുന്നു കോടതി, പക്ഷേ കോടതി തന്നെ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു കോടതി കുറ്റവിമുക്തനാക്കി താൻ തിരിച്ചെത്തി, ഇപ്പോൾ മറ്റൊരു കോടതി ഇങ്ങനെ പറയുന്നു, ഇനി മുകളിലും കോടതി ഉണ്ടല്ലോ, അപ്പോൾ ആ കോടതി നടപടി കൂടി മനസ്സിലാക്കിയതിനു ശേഷം രാജി എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഒരിക്കൽ ഒരു പരാമർശം നടത്തി അദ്ദേഹം അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു. മറ്റൊരു കോടതി കുറ്റവിമുക്തനാക്കുമ്പോഴാണ് അദ്ദേഹം എത്തിയത്. ഇനി നമുക്കറിയാം ഒരുപാട് മേൽക്കോടതികൾ ഉണ്ട്. അപ്പോൾ ഓരോ കോടതി ഓരോന്ന് പറയുന്നതിനനുസരിച്ച് പെരുമാറുക, അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക, പിന്നെ തിരിച്ചു വരിക, അതൊന്നും സാധ്യമല്ല. അപ്പോൾ ഇനിയൊരു അന്തിമ തീർപ്പ് അദ്ദേഹത്തിന് നിയമപരമായി അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം കൊടുത്ത് അതിനുശേഷം രാജി എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാവുന്നതാണോ? അല്ല, ഇവിടെ ഇതിപ്പോ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഭരണഘടനയെ ഇത്രയും രൂക്ഷമായി അധിക്ഷേപിച്ച ഒരാൾക്ക് ഈ കേസിൽ കൺവിക്ട് ചെയ്താൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടാവുന്ന ഒരു മാറ്ററിൽ നമ്മൾ ഏറ്റവും അധികം എന്താ പറയുക, ബഹുമാനം ഈ രാജ്യത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എബോവ് എവരിതിങ്. ഈ രാജ്യത്ത് എല്ലാത്തിൻ്റെയും മുകളിൽ ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ അവഹേളിക്കാം, അല്ലെങ്കിൽ ആ ഭരണഘടനയ്ക്കെതിരെ വിമർശിക്കാമെന്ന് പറഞ്ഞത് പോലും ആ വിമർശിക്കുന്നത് ഫോർ ദി പർപ്പസ് ഓഫ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയുടെ ഭേദഗതി നിർദ്ദേശിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രൊവിഷനിൽ ഇന്ന അപാകത ഉണ്ടെന്ന് പറയാവുന്ന, അല്ലാതെ കവര പ്രസംഗത്തിൽ വന്നിട്ട് ഭരണഘടനയെ ആക്ഷേപിക്കാവുന്നല്ല അതിനർത്ഥം. അതിനകത്ത് ഇന്ന കുഴപ്പമുണ്ടെന്ന് കവർ പ്രസംഗത്തിൽ പറയാനല്ല. അങ്ങനെ ഒരു ചർച്ച, അങ്ങനെ ഒരു മീറ്റിംഗ്, അങ്ങനെ ഒരു സെമിനാർ അവിടെ വെച്ച് ഭരണഘടനയുടെ പ്രൊവിഷൻ ഡിസ്കഷൻ വരികയാണെങ്കിൽ അതിന്റെ ക്രിറ്റിസിസത്തിലേക്ക് പോകാം, അല്ലെ പാർലമെന്റിൽ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകാം, ഭരണഘടനയെ കുറിച്ച് പറയാം. അല്ലാതെ ഒരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു കവല പ്രസംഗത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒരു പ്രശ്നത്തിലെ ഭരണഘടനയുടെ തലയിട്ട് അടിച്ചു വെക്കുക, ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇത് കോടതി ഇപ്പൊ ഇടപെട്ടതെന്ന് മാത്രമല്ല, ഇനിയും ഇതിന്റെ ഒരു ജഡ്ജ്, ഇനിയിപ്പോ ഇദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയിട്ട് പോലീസ് കാണിച്ച പടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പോലീസിന് മാത്രം തോന്നില്ല. അതിനെക്കുറിച്ച് കോടതി പറഞ്ഞത് പോലീസിന്റെ ബോധ്യമൊന്നുമല്ല, ഇതൊരു ലേമാന്റെ ഫീലിംഗ് ആണ്. എന്തിനാ ഒരുപാട് നോക്കുന്നത്? നിങ്ങളെല്ലാം അത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു വിട്ടേ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന്. ഇവിടുത്തെ ജനങ്ങൾക്ക് എത്ര ഒരു ലേമാന് ഫീൽ ചെയ്യില്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആക്സെപ്റ്റബിൾ ആണ് അല്ലാന്ന്? അത് ഈ എന്ത് മെസ്സേജാ പുതിയ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടിയുമാകട്ടെ, ഏത് ഭരണകൂടമാകട്ടെ, ഭരണഘടനയെ അവഹേളിക്കുന്ന ഒരാൾ അത് പേറ്റന്റ് ആയിട്ട് അത് ചെയ്തയാണ്. ഇന്ന് വിളിച്ചു വരെ ഇതിന്റെ മോളിൽ കോടതി ഉണ്ടെന്ന്, ഇതിന്റെ മോളിൽ കോടതി, ഇനിയിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോയി മോളിൽ ഒരു കോടതി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പറയുന്നത് വരെ അയാൾക്ക് ഇരിക്കാമോ? ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ മൂട്ട് ചെയ്തിരിക്കുക. അത് മാത്രമോ, ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇംപ്രോപ്പർ ആണെന്ന് തോന്നിയത് കൊണ്ടല്ലേ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നത്? അതിന് ഇംപെക്കബിൾ റെക്കോർഡ്സ് ഉള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നാണ് കോടതി ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം എന്താ? ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ അപാകതയുണ്ട്. ആ ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ ഇദ്ദേഹം പവർഫുൾ ആയിട്ടുള്ള MLA ആയിരുന്നു, മന്ത്രി ആയിരുന്ന ആളായിരുന്നു ആ സമയത്ത്. എന്നിട്ട് അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുത്തിട്ട് കോടതിയിൽ നിന്നും ഈ പറഞ്ഞ ഫോറൻസിക്കിൽ കൊടുത്ത ഡോക്യുമെന്റ് പോലും സപ്രസ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വീണ്ടും മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഇനി അദ്ദേഹം മന്ത്രിയായിട്ട് തുറന്നിട്ട് അതേ സ്റ്റേറ്റ് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും നടക്കുമ്പോൾ അത് സ്വാധീനിക്കപ്പെടില്ലേ? ഇതിനുവേണ്ടിയല്ല രാജിവെക്കണമെന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ ഇത് മുഖ്യമന്ത്രിയാണ് ചിന്തിക്കേണ്ടത്. ഇത്തരം ആളുകളെ ഉള്ളോ നിങ്ങൾക്ക്? അല്ലാത്ത നിങ്ങൾ CPM-നോ ഇടതുപക്ഷത്തിനോ മാത്രം മന്ത്രിയാൻ സാധിക്കുള്ളൂ. കൃഷ്ണദാസ് കൂടി ചേരുകയാണ്. ശ്രീ കൃഷ്ണദാസ്, ആളുകളെ നിങ്ങൾ ശ്രീ കൃഷ്ണദാസ് കൂടി നമുക്ക് ചേരുകയാണ്. ശ്രീ കൃഷ്ണദാസ്, മുഖ്യമന്ത്രിയാണ് ഇത് ചിന്തിക്കേണ്ടതെന്ന് മുഹമ്മദ് ഷാ പറഞ്ഞു നിർത്തുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയും കൂടി ആരോപണ വിധേയനാകുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇതുവരെ ഇത് സജി ചെറിയാന്റെ മാത്രം വിഷയമായിരുന്നു എങ്കിൽ സജി ചെറിയാനെതിരായ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. അന്വേഷണം എങ്ങനെ പൂർത്തിയാക്കി, എങ്ങനെ ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റി എന്ന സംശയം കോടതി ഉന്നയിക്കുകയാണ്. അപ്പോൾ ആർക്കായിരുന്നു തിടുക്കം? സജി ചെറിയാൻ തിരിച്ചു വരുമ്പോൾ തന്നെ ഇത്തരം സംശയങ്ങൾ, ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പിനെ കൂടി വിരൽ ചൂണ്ടുന്നുണ്ടോ ഈ കോടതി ഉത്തരവ്?
കേൾക്കാലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ഓക്കെ. 2022 ജൂലൈ മാസം 3-ാം തീയതിയാണ് അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം, വിവാദമായിട്ടുള്ള പ്രസംഗം നടത്തിയത്. പിന്നീട് കേരളത്തിൽ ഏകദേശം ഒരു 3-4 ദിവസം നടന്നിട്ടുള്ള പൊതു ചർച്ചയുടെയും പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ എല്ലാം ഉയർന്നു വന്ന് അദ്ദേഹത്തിനെതിരായി എല്ലാ വിഭാഗം ആളുകളും എതിരായി ആ സാഹചര്യത്തിലാണ് അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതനാവുകയും അദ്ദേഹം 4 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായത്. അതിനുശേഷം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി അതിനെക്കുറിച്ച് പറയുന്നത് 39ഓളം സാക്ഷികളിൽ നിന്ന് നിങ്ങൾ മൊഴിയെടുത്തു. പക്ഷേ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം അത് പരിശോധിക്കാൻ വേണ്ടി ലാബിൽ അയച്ചിട്ട് അതിന്റെ റിപ്പോർട്ടിന് വേണ്ടി കാത്തു നിൽക്കാതെ ഒരു ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയാണ്. ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ല എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതി അതിൽ നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി അദ്ദേഹം നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുള്ള നടപടിയിലേക്ക് പോയിട്ടുണ്ടോ, അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ നടപടികളിലാണോ പ്രസംഗിച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കോടതി കണ്ടെത്തേണ്ടതിന് പകരം പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു SHO ഇത് കണ്ടെത്തി അദ്ദേഹം അതിന്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത് മന്ത്രി അങ്ങ് ഒഴിവാക്കി, ഈ കുറ്റത്തിൽ നിന്നെല്ലാം ഒഴിവാക്കി ഉടനെ അദ്ദേഹത്തെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിക്കാൻ നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഈ ചർച്ചയിലും പറയുന്നത് ഭരണഘടനയെ നമ്മൾ സംരക്ഷിക്കണം, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണം എന്നെല്ലാമാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അതാണല്ലോ ബഹുമാനപ്പെട്ട കോടതി എന്ന് ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം. സാധാരണക്കാർക്ക് അത് ഫീൽ ചെയ്യണം. ആ സാധാരണക്കാർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഈ സർക്കാരിന്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷണം കൊണ്ട് എത്തിച്ചത്? അദ്ദേഹത്തിന് പോലും ബോധ്യമുണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഭരണഘടനയെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നു, ഭരണഘടനയെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്ന തരത്തിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഉണ്ടാകേണ്ട സാഹചര്യത്തെ SIക്ക് മനസ്സിലാകുന്നില്ല, ഒരു SHOക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ഈ തരത്തിലൊരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ കഴിയുക? അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലും സർക്കാർ തലത്തിലുള്ള ഇടപെടലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു SHOക്ക് ഈ തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാകൂ. ഇല്ലെങ്കിൽ കോടതി കൊണ്ടുപോയി എങ്ങനെ ഈ തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും? എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളെയും നിയമങ്ങളെയും സത്യപ്രതിജ്ഞാ ലംഘനത്തെയും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു വിഷയത്തെ ലാബ് റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരാളെ, അദ്ദേഹം മന്ത്രിയല്ലല്ലോ ആ സമയത്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, ഒരു MLA ആയിട്ടുള്ള ഒരാളെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ രീതി വെച്ചും അദ്ദേഹം നടത്തിയിട്ടുള്ള നടപടികൾ വെച്ചും സ്വാഭാവികമായും അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് തന്നെ തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം MLA എന്നുള്ള നിലയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഇതേ ഭരണഘടനാ സംവിധാനങ്ങളുടെ അനുശാസനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെയെല്ലാം ധിക്കരിച്ചുകൊണ്ട്, അതിനെയെല്ലാം അവഹേളിച്ചുകൊണ്ട്, അതിനെല്ലാം ഡിസോണർ ചെയ്തുകൊണ്ട് ഒരു നടപടിയുമായി ഒരാൾ മുന്നോട്ട് പോയാൽ, ഒരു MLA മുന്നോട്ട് പോയാൽ, സാധാരണക്കാരൻ പോയാൽ തന്നെ അതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ലേ? ഇപ്പം മുഖ്യമന്ത്രി വിമർശിക്കുന്ന ആളുകൾ, ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ കേരളത്തിൽ എത്രയോ FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതു. മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു നടപടി പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരെങ്കിലും പണം കൊടുക്കാൻ തയ്യാറാകരുത് എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ അവർക്കെല്ലാം എതിരെ FIR എടുത്തിരിക്കുന്നു. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായി പറഞ്ഞിട്ടുള്ള ആൾക്കെതിരെ, അത് MLA ആവട്ടെ, മന്ത്രി ആവട്ടെ, ആരുമാകട്ടെ, ആ ആൾക്കെതിരെയുള്ള കേസുകൾ തുടരേണ്ടതില്ല, നടപടി തുടരേണ്ടതില്ല എന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഇത് പരിശോധിച്ചതിന് ശേഷം അതിന്റെ 20-21 പാരഗ്രാഫുകളിലായി കോടതി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത്, ഇത് ഈ സർക്കാരിലെ ഒരു SHO അന്വേഷിച്ച് ഇനി തുടരന്വേഷണം നടത്താൻ കഴിയുന്നതല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ഒരു മന്ത്രിക്കെതിരെ അന്വേഷണം നടത്താമെന്നുള്ള വിശ്വാസമില്ല എന്ന് കോടതി തുറന്നു പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് നടത്തിയിട്ടുള്ള അന്വേഷണവും ഇനി തുടർന്ന് നടക്കുന്ന അന്വേഷണവും ഒരു സാധാരണ നിലയിൽ നടന്നാൽ പോരാ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇതിൽ കൈകടത്തലുണ്ടാകും, ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വീണ്ടും ശ്രമം നടക്കും. അപ്പൊ കോടതി കുറച്ചുകൂടി കോഷ്യസ് ആയി അതിന്റെ 21-ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി കോടതി പറയുന്നു. 22-ാമത്തെ പാരഗ്രാഫിൽ കോടതി ആ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് വീണ്ടും തുടരന്വേഷണത്തിന് പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുമ്പോൾ 21-ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി കോടതി പറയുകയാണ് നേരത്തെ നടന്നിട്ടുള്ള മാത്രവുമല്ല ഇന്റഗ്രിറ്റി ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് കൂടി പറയാണ്. നമുക്കറിയാം കോടതികൾ അന്വേഷണ ഉത്തരവുകൾ ഇടുമ്പോൾ പോലും ഇത്ര സ്പെസിഫിക് ആയിട്ട്
SHO അന്വേഷിച്ചാൽ ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെ SHO അന്വേഷിച്ചാൽ സത്യം വെളിയിൽ വരില്ല എന്ന് കോടതി സൂചിപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. അതിനൊപ്പം തന്നെ ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥനായിരിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, അൺഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് നടന്നിരിക്കുന്നത്. FSM റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് തന്നെ തിടുക്കപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരവുണ്ടാകുന്നു. ഇതിപ്പോൾ ആ മന്ത്രിക്കെതിരെ തന്നെ മറ്റൊരു അന്വേഷണം വരികയാണ്. അന്ന് MLA ആയിരുന്നു അദ്ദേഹം രാജിവെച്ച്. ആ സമയത്ത് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതാണ് കോടതിയിൽ ഇപ്പോൾ വെളിവാകുന്നത്. അപ്പോൾ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ അന്വേഷണം നടക്കുമ്പോൾ ഇത് സത്യസന്ധമായി നടക്കും എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുമോ? അതിലേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു വിവിധ ഭാഗങ്ങളിൽ ഒന്ന് ഇതാണ്: ഈ രാജ്യത്തെ ഏതൊരു പൗരന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ്. നിങ്ങൾക്കറിയാം, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ്. അതായത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പരിപാലനമായ ഇന്ത്യൻ ഭരണഘടനയുടെ ആ വാക്യത്തിന് പുല്ല് പോലും വില കൽപ്പിക്കാതെ കണ്ട് ഒരു മനുഷ്യന് ഒരു തെറ്റ് ചെയ്തെന്ന ആരോപണ വിധേയനായാലും, പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ ആരോപണ വിധേയനായാലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ബന്ധുക്കളുടെ വീട് ഇടിച്ച് നിരപ്പാക്കുന്ന ഒരു സംവിധാനം ഉത്തർപ്രദേശ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി വാഴുന്ന ഇന്ത്യയിൽ, BJP സർക്കാരുള്ള ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട കൃഷ്ണദാസിനെ പോലുള്ള വളരെ ആദരവോടെ കാണുന്നവര് ഈ ഭരണഘടനയോടുള്ള ആദരവ് അമിതമായിട്ട് കാണിക്കുമ്പോൾ ഞാൻ ചുമ്മാ ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. അത് ഈ അടുത്ത ദിവസമാണ് ഈ ബുൾഡോസർ രാജ ഏറെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ, യോഗിയല്ലല്ലോ. അപ്പോൾ ഇവിടെ കൂടുതൽ ജനങ്ങൾ പ്രതീക്ഷിക്കും. അവിടെയാണ് കോടതി ഈ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നത്. അത് യോഗി അല്ലെന്നുള്ളത് വർത്തമാനം പറയണത്. ഇന്ത്യൻ ഭരണഘടന ഏതെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ രാജ്യത്തെ 28 സംസ്ഥാനത്തിനും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന. അറിയാലോ, സുപ്രീം കോടതിയിലെ കഴിഞ്ഞ ദിവസം വന്ന ആ വേർഡിക്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഇത്രയോ ആയിരക്കണക്കിന് സാധാരണ ജനങ്ങളുടെ വീടുകള് നിഷ്കരണം. ശരി, ശ്രീ റെജി ലൂക്കോസ്, നമ്മളുടെ വിഷയം അതല്ലല്ലോ, ബുൾഡോസർ രാജ് അല്ലല്ലോ നമ്മളുടെ വിഷയം. നമ്മളുടെ വിഷയം ഇതാണല്ലോ, സജി ചെറിയാൻ ഇനി ആ സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മിക അവകാശമുണ്ടോ എന്നുള്ളതാണല്ലോ ചോദ്യം. ഇവിടെ ആദ്യം നടന്ന അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നാൽ അത് സത്യസന്ധമായിരിക്കും, ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? അത് ഞാനിത് പൂർത്തീകരിക്കട്ടെ. അതായത് ഞാൻ ആ സൂചിപ്പിച്ച കാര്യം, ഭരണഘടനയോടുള്ള വിധേയത്വം ഈ രീതിയിലൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന സംഭവത്തെ കുറിച്ച്, ഈ അടുത്ത കാലം വരെ നടന്ന സംഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സജീവ പറഞ്ഞ 2 കാര്യങ്ങള് വളരെ ലളിതമാണ്. ഞാനതിന്റെ നിമോഷത്തിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ കോടതി നിന്ന് കേൾക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. രണ്ടാമത് മേൽക്കോടതി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വെറുതെ വിട്ട ആളിനെ ജീവോരിന്റെ ശിക്ഷയ്ക്ക് വരെ വിധിച്ച ശക്തിയുള്ള ആളായിരുന്നു കേരളത്തിൽ തന്നെ. നമുക്ക് ഒരു അബ്കാരി ഉണ്ടായിട്ട് ചന്ദ്രസേനൻ എന്ന് പറഞ്ഞ ആളുടെ അനുഭവം നമുക്കറിയാം. അങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. തിരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ വെറുതെ വിട്ടിട്ടുണ്ട് അപ്പർ കോടതി. പക്ഷെ ഇവിടെ വിഷയം എന്താണ്? ഇവിടെ ആ വിധത്തിലുള്ള കേസൊന്നുമല്ലല്ലോ. മന്ത്രിസ്ഥാനത്ത് ഇരുന്നില്ല സജി ചെറിയാൻ. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തല്ലാതിരുന്നാൽ ഇവിടെ ഭരണം നടക്കില്ലേ? സജി ചെറിയാൻ ഒരു പകരക്കാരനെ കണ്ടെത്താൻ പറ്റാത്ത പാർട്ടിയാണോ CPM? അങ്ങനെയുള്ള ഈ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ ദാ ഇവിടെ നിശ്ചലമാകുമെല്ലാം എന്ന ഒരു തരത്തിൽ സംസാരിക്കരുത് ശ്രീ റെജി ലൂക്കോസ്. അല്ല, അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി മാത്രം മതിയല്ലോ. മന്ത്രിമാരെല്ലാം മാറി മുഖ്യമന്ത്രി കുറെ ഉദ്യോഗസ്ഥന്മാർ മതിയല്ലോ. അപ്പൊ ആ ചോദ്യം ഒന്നും ഇതുമായിട്ട് കണക്ട് ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, നാളെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. പാർട്ടി ആലോചിച്ച് ഉചിതമായി തീരുമാനം എടുക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ശ്രീ റെജി ലൂക്കോസ് എന്തായാലും പൂർണ്ണമായും ഈ സജി ചെറിയാനെ പിന്തുണയ്ക്കുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പാർട്ടി ഒരു രാജി ആവശ്യപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നതാണ്. എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ശ്രീ റെജി ലൂക്കോസ് താങ്കൾക്ക് അടുത്ത ഘട്ടത്തിൽ തിരുത്താം. ശ്രീ മുഹമ്മദ് ഷാ, ഇവിടിപ്പോ സജി ചെറിയാൻ ഈ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ് എങ്കിൽ അത് അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയം ഉണ്ട്. അതിനും അപ്പുറമാണ് അദ്ദേഹത്തിന് ധാർമ്മികമായി ആ സ്ഥാനത്ത് തുടരാൻ പറ്റുമോ എന്ന ചോദ്യം. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ നിലപാട് കൂടുതൽ ശക്തമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നപ്പോൾ അവസാനം രാജി വേടിക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു. അതിനുശേഷം ഏറ്റവും അടുത്ത സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കിയാണ് ആ ഡാമേജ് അവർ തീർത്തത്. ഇനി ആ സംരക്ഷണം തുടരാൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കഴിയുമോ? ആഭ്യന്തര വകുപ്പ് കൂടി
സംശയ നിഴലിലാകുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടിയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ ഇതിനകത്ത് പറയുന്ന ഒന്നാമത്തെ വിഷയം, ഇങ്ങനൊരു ക്രൈമേ എടുത്തിട്ടില്ല എന്ന് കരുതിക്കും, ഇങ്ങനൊരു കേസേ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തിട്ടേ ഇല്ലെങ്കിൽ പോലും ഈ പ്രസംഗം പറഞ്ഞ മന്ത്രിക്ക് ഒരു ദിവസം പോലും തുടരാൻ പറ്റില്ല. കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. 1956 ലാൽ ബഹദൂർ ശാസ്ത്രി, 1958 ടി കൃഷ്ണമാചാരി, 1962 വി.കെ. കൃഷ്ണമേനോൻ, 1963 കേശവദേവ് മാളവ്യ, ഇവരൊക്കെ രാജിവെച്ചത് ക്രൈം എടുത്തിട്ടാ? ഇവരൊക്കെ രാജിവെച്ചത് ചെറിയ പ്രശ്നം, ഒരു ട്രെയിൻ ആക്സിഡന്റ് രാജിവെച്ച ആളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഈ നാട്ടില് ഈ ഭരണഘടനയെ അധിക്ഷേപിച്ച, പബ്ലിക് മീറ്റിംഗിൽ ഒരു കയ്യടി കിട്ടുമെന്ന് അധിക്ഷേപിച്ച് നോക്കുന്ന ഒരു മന്ത്രിക്ക് എന്ത് രജിസ്ട്രേഷൻ ഓഫ് ക്രൈമാണ്, എന്ത് ഇൻവെസ്റ്റിഗേഷനാണ്? ഇതൊന്നുമില്ലെങ്കിലും തുടരാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇനി യോഗി ആദിത്യനാഥിനെ പോലുള്ള, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ആ ബുൾഡോസർ രാജും ഇത്തരം പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന ആളുകൾക്ക് ഭരണഘടനയോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്തത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി അവരൊക്കെ രാജിവെക്കാനിരിക്കുകയാണോ ഇദ്ദേഹം? അവരൊക്കെ രാജിവെക്കുമെന്ന് പറഞ്ഞ് കരുതിയിരിക്കുകയാണോ നിങ്ങളൊക്കെ? അവർക്കൊന്നും അത് രാജിവെക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ ഇവിടെ ഈ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ, ഈ കേരളത്തിൽ, അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം നമ്മുടെ കുട്ടികൾക്കതുണ്ടാകണം, അടുത്ത തലമുറയ്ക്കതുണ്ടാകണം. നമ്മുടെ നാഷണൽ ഫ്ലാഗ്, നമ്മുടെ നാഷണൽ ആന്തം, നമ്മുടെ ഭരണഘടന, ഇതൊക്കെ ഹോണർ ചെയ്യപ്പെടേണ്ട, ഇതിനെയൊക്കെ എത്രത്തോളം ബഹുമാനിക്കേണ്ടത് നമ്മൾ പഠിക്കണം. ഒരു നാഷണൽ ആന്തം സോങ് നടക്കുമ്പോൾ നമ്മുടെ കൈയൊന്ന് വിറയ്ക്കുമ്പോൾ പോലും നമുക്ക് പേടിക്കണം, നമ്മൾ വിഷമിക്കണം. അത്രത്തോളം നമ്മൾ സ്നേഹിക്കേണ്ട ഈ നമ്മുടെ ഭരണഘടനാ സംവിധാനത്തെ വളരെ ലൈറ്റായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു എന്ന്. അദ്ദേഹം എന്നിട്ട് മന്ത്രിയായിരിക്കുന്നു, എന്നിട്ട് ഇന്ന് പറയുന്നു ഇതിൻ്റെ മുകളിൽ കോടതി ഉണ്ടെന്ന്. ആരെയാണ് ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത്? ഇത് നമുക്കത്ര ലൈറ്റായിട്ട് കാണും. ഇത് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല, ആരായിരുന്നാലും ഇത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രാക്ടീസിനെയാണ് നമ്മൾ നിർത്തേണ്ടത്. അങ്ങനെയൊക്കെ ലൂസ് ടോക്ക് നടത്തുന്ന ഒരാൾക്ക് മന്ത്രിയായിട്ട് തുടരാൻ പറ്റുമോ? അത് ഭരണഘടന വിളിച്ചുകൊണ്ട് ലൂസ് ടോക്ക്, അങ്ങനെ ലൂസ് ടോക്ക് ചെയ്ത പല ആളുകളൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇത്തരം കീ പോസ്റ്റുകളിൽ റെസ്പോൺസിബിളായ ആളുകളാണ് ഇരിക്കേണ്ടത്. രാജ്യത്തോട് റെസ്പോൺസിബിലിറ്റി വേണം, സമൂഹത്തോട് റെസ്പോൺസിബിലിറ്റി വേണം. ഒരു തലമുറ നമ്മളെ പിൻപറ്റുകയല്ലേ, മന്ത്രിയായിരിക്കുന്ന ഒരാളെ ഒരു ജനങ്ങൾക്ക് പുതിയൊരു ജനറേഷൻ നമ്മളെ കണ്ട് പഠിക്കല്ലേ. എന്നിട്ട് ഈ ഭരണഘടനയെ ഡിസ്റെസ്പെക്ട് ചെയ്താലും ഞാൻ തുടരും, കോടതി പറഞ്ഞാൽ തെറ്റ്, ഞാൻ കോടതിയുടെ മേളിലത്തെ കോടതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ മതിയോ? ഒരു ലേമാന് മനസ്സിലാകുന്ന ഭാഷ. എൻ്റെ കോടതി വല്ലാത്ത ഒരു എൻക്വയറി ഒന്നും നടത്തിയിട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കോടതി എന്നെ കണ്ടപ്പോൾ ആ കേസ് കണ്ടാൽ ഏതൊരു മനുഷ്യനും തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസിന് ലാപ്സസ് ഉണ്ടായിരിക്കുന്നു. എന്തിന്? ഭരണഘടനയെ അധിക്ഷേപിച്ച മന്ത്രിക്കെതിരെയുള്ള കേസിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നതിൽ ആ ലാപ്സസ് ഉണ്ടാകുന്നതിന് മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ലേ? അങ്ങനെ ഒരു ഓഫീസർ അവർ ചെയ്യാമോ? എത്ര ലൈറ്റായിട്ടാണ് കണ്ടത്? ഒരു മന്ത്രിയെ സ്ഥാനത്ത് കൊണ്ട് തിരിച്ചെടുത്താനായിട്ട് ഒരു കാഷ്വലായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ കാഷ്വലായിട്ട് കൊടുത്ത റിപ്പോർട്ടിൽ ഏറ്റവും ക്രൂഷ്യലായ ഡോക്യുമെന്റ് കൈ കിട്ടാതെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് കോടതി ഒബ്സർവ് ചെയ്തു, അത് വളരെ ലൈറ്റായിട്ട് കണ്ടു. ആ ഇംപ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞു, പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രി എന്താ പറയുന്നത്? ഇതിന്റെ മുകളിലത്തെ കോടതി പോകുന്നു. അതായത് ഞാനിതൊക്കെ പറയും, കോടതികൾ ഇതൊന്നും പറയാൻ പാടില്ല, കോടതി പറഞ്ഞാൽ മുകളിലത്തെ കോടതിയിലേക്ക് പോകും, ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റാണ്, ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ക്രൈമല്ല ഇഷ്യൂ, അദ്ദേഹം പറഞ്ഞ വാക്ക് ഭരണഘടനയെ പറഞ്ഞു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, അങ്ങനെ പറഞ്ഞ ആളുകൾ വളരെ വിരളമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അവർക്ക് ഒരു ദിവസം പോലും തുടരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം തിരിച്ചു വന്നത് തന്നെ തെറ്റ്. ആരോട് പറയാനാ ഇതൊക്കെ? ഇത് ഞാൻ പറഞ്ഞത് സജി ചെറിയാനുള്ള വ്യക്തിയോടുള്ള പ്രശ്നമല്ല, നമ്മളൊരു സംവിധാനം ഇവിടെ വേണ്ടേ? നമ്മളൊക്കെ എന്ത് കണ്ട് പഠിക്കണം ഇനി അടുത്ത തലമുറ? ഇങ്ങനെയൊക്കെ ഭരണഘടന ലൂട്ട് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞാൽ പഠിക്കണോ നമുക്ക്? അങ്ങനെയൊക്കെ പഠിച്ചാണോ ഒരു തലമുറ വളരേണ്ടത്? നമുക്കൊരു ഒരു രാജ്യത്തിനോടൊരു ബോധ്യം വേണ്ടേ? നമ്മുടെ സംവിധാനം എത്ര ത്യാഗത്തിൻ്റെതാണെന്ന് അറിയാമോ? എത്ര ത്യാഗത്തിൻ്റെതെന്നറിയോ ഈ ഭരണഘടനയുടെ ഓരോ കാര്യങ്ങളും, ഓരോ പ്രൊവിഷനും എഴുതി ചേർക്കാൻ എത്ര കാലം ഒരു ചർച്ച ചെയ്തുണ്ടാക്കിയാന്നറിയാമോ ഇതൊക്കെ? എന്നിട്ട് എന്താ സെക്കുലർ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഇത് രണ്ടും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാമോ? ഇവിടുത്തെ മതേതരത്വവും ജനാധിപത്യം ഈ രണ്ടും നഷ്ടപ്പെട്ടാൽ, അത് കുന്തവും കുടച്ചക്രമായി മാറിയാൽ എങ്ങനെ ജീവിക്കും ഈ നാട്ടിൽ? നമ്മള് ഓട്ടോക്രസി മതിയോ നമുക്കിവിടെ? ഏകാധിപത്യം മതിയോ നമുക്ക്? അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭീതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരി, എന്തായാലും ആദ്യം ഭരണഘടനയെ അവഹേളിക്കുന്നു, അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച സജി ചെറിയാൻ വീണ്ടും അതേ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരത്തിൽ ഇപ്പോഴും മന്ത്രിയായി തുടരുന്നത്. അപ്പോൾ
ആ അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ അതേ ധാർമ്മിക പ്രശ്നം തന്നെ ഉയരുകയാണ്. മന്ത്രിയുടെ വാക്കുകൾ തന്നെ മന്ത്രിക്ക് വെല്ലുവിളിയാവുകയാണ്. ഞാൻ മറ്റതിഥികളിലേക്കും എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന വാദം കോടതി തള്ളി. CBI അന്വേഷിക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യവും അംഗീകരിച്ചില്ല. സജി ചെറിയാൻ അടിയന്തരമായി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് VD സതീശൻ. സജി ചെറിയാൻ രാജിവെക്കാനിടയായ സാഹചര്യത്തെക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോഴെന്നും പ്രതിപക്ഷ നേതാവ്. സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് ലീഗ്. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ധാർമ്മികമായും സാങ്കേതികമായും സജി ചെറിയാന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. സജി ചെറിയാന്റെ രാജിക്ക് വേണ്ടി പ്രക്ഷോഭത്തിനൊന്നും കോൺഗ്രസിന് സമയമില്ല എന്ന് MM ഹസൻ. ജനകീയ വിഷയങ്ങൾ പോലും ഏറ്റെടുക്കാൻ സമയം തികയുന്നില്ല. ഭരണഘടനാ സംരക്ഷണത്തിനായി കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തുമെന്നും MM ഹസൻ. രാജിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ധാർമ്മിക പ്രശ്നമില്ല, നിയമപരമായ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും. താൻ കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞിട്ടില്ല. തന്റെ ഭാഗം കൂടി കോടതി കേൾക്കണമായിരുന്നുവെന്നും സജി ചെറിയാൻ. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇവിടെ മല്ലപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി യോഗത്തിനിടയിലാണ് ഇത്തരമൊരു പരാമർശമുണ്ടാകുന്നത്. അപ്പോൾ അവിടെ നിന്ന് വിറ്റ്നസ്സായി എടുത്ത 39 പേരും അനുകൂലമായിട്ടുള്ള ആ നിലപാട് പറയുന്ന വ്യക്തികളിൽ നിന്നാണ് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചത്. എങ്ങനെയൊക്കെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഇനിയിപ്പോൾ സജി ചെറിയാൻ CBI അന്വേഷണം എന്ന ആവശ്യമായിരുന്നു ഹർജിക്കാരൻ ഉന്നയിച്ചത്. പക്ഷേ അത് അല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു അന്വേഷണം എന്നത് പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിക്കുമോ, BJP അംഗീകരിക്കുമോ, അതോ രാജി എന്ന ആവശ്യം മുറുക്കെ പിടിച്ചുകൊണ്ട് ഇനി തെരുവുകളിൽ പ്രക്ഷോഭത്തിനാണോ നീക്കം? രേണുക, ഇത് ഒരു പൊതുജനമധ്യത്തിൽ ഒരു ജനകീയ പ്രശ്നമായി വീണ്ടും മന്ത്രി രാജിവെക്കണം എന്നുള്ള ഒരു വലിയ ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സാമാന്യമായ രീതിയിൽ രാജിവെക്കേണ്ടതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നേരത്തെ ഈ വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എല്ലാ വിഭാഗ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ കക്ഷികളും എല്ലാം അതിന്റെ അസ്വാഭാവികത ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു. നല്ലത് തന്നെ. പക്ഷേ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ ഒരു കുതന്ത്രമുണ്ടല്ലോ സർക്കാരിന്റെ നേതൃത്വത്തിൽ, പ്രോസിക്യൂഷന്റെ നേതൃത്വത്തിൽ. ആ കുതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിച്ച് അദ്ദേഹത്തെ ക്ലീൻ ചിറ്റ് നൽകി പുറത്തേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കോടതി ഇന്ന് അതിന്റെ വിധിയിലെ 7 മുതൽ 12 വരെയുള്ള പാരഗ്രാഫുകളിൽ വളരെ കൃത്യമായി പറയുകയാണ്. ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ച നിലപാട്, അല്ലെങ്കിൽ ഇതിന്റെ കേസ് നടക്കുന്ന സമയത്ത് സ്വീകരിച്ച നിലപാട്, ഇത് നിയമപരമായി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഒരു തെറ്റുമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് തുടരേണ്ടതില്ല. അദ്ദേഹം സത്യസന്ധമായി സ്വാഭാവികമായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നടത്തിയത്. ഈ തരത്തിൽ വാദിക്കുകയും ഇത് ഭരണഘടനാപരമായി കേസേ നിലനിൽക്കില്ല എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തെ എല്ലാം തള്ളിക്കൊണ്ട് കോടതി അക്കമിട്ട് എന്തുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ 12 വരെ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വന്നതിനെ താൻ എന്ത് ചെയ്യാൻ, രാജിവെച്ച് പോയ താൻ എന്ത് ചെയ്യാൻ എന്ന് സജി ചെറിയാൻ ചോദിച്ചാൽ എന്താണ് മറുപടി? അദ്ദേഹം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ച് പോയ വ്യക്തിയാണ്. അദ്ദേഹം അവിടെ സാധാരണക്കാരന്റെ വേഷത്തിൽ അവിടെ ചന്തയിലും മറ്റു സഹപ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രാജിവെച്ച് ഒഴിഞ്ഞുപോയ ഞാൻ അന്വേഷണത്തിൽ വീഴ്ച വന്നതിന് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ശ്രീ റെജു ലൂക്കോസും നേരത്തെ ചോദിച്ചത്. അദ്ദേഹവും പറഞ്ഞ അതിന്റെ ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലാണ്. ഒരാൾക്ക് 2 ധാർമ്മികതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. നേരത്തെ ശ്രീ PDT ആചാര്യ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ധാർമ്മികതയുടെ പേരിൽ മാത്രമേ രാജിവെക്കേണ്ടതുള്ളൂ, നിയമപരമായി രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ല, അദ്ദേഹം ശിക്ഷിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള പൊതുമധ്യത്തിൽ
സമൂഹത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയം അത് ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല, അത് ഭരണഘടനയെ തള്ളി പറയുന്നതാണ്. ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു MLA, ഒരു മന്ത്രി, അദ്ദേഹം ഭരണഘടനയെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അദ്ദേഹം നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നുള്ള വസ്തുത മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഞാൻ ചോദിക്കുന്നത്, ഒരാൾക്ക് ധാർമ്മികത ഒരു തവണ ഉണ്ടാവാൻ പാടല്ലോ. അപ്പൊ ഒരു തവണ കൊണ്ട് ഒരാളുടെ ധാർമ്മികത അവസാനിക്കുമോ? അദ്ദേഹം നേരത്തെ രാജിവെച്ച സാഹചര്യം ഏതാണോ അത് ഒരിക്കൽ കൂടി കോടതി ഊട്ടി ഉറപ്പിക്കുകയാണ്. അത് കുറച്ചുകൂടി ശക്തമായി കോടതി പറയുകയാണ്, നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി കേസ് നിലനിൽക്കുന്നതാണ് എന്ന് കോടതി പറയുന്നു. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, അവസാനമായി താങ്കൾ ഒരു രാജി പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തിന് രാജി എന്ന് ചോദിച്ച് മണിക്കൂറുകൾക്കകമാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോഴും സമാനമായ സാഹചര്യം ഉണ്ടാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത് എന്റെ പേരിൽ കേസൊന്നുമില്ല, എന്റെ പേരിലുള്ള പരാതി തീർപ്പായി എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട് എന്നൊരു സാഹചര്യം വരുന്നു. അല്ല, ഇവിടെ ബഹുമാനപ്പെട്ട PDP ആചാരി, അദ്ദേഹം ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു നിയമസൂചന കറക്റ്റാ. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തിന്റെ കേസ് കീഴ്ക്കോടതി തള്ളിയത് പോലീസ് അന്വേഷണത്തിൽ തൃപ്തികരമുള്ളതുകൊണ്ട് തന്നെ കോടതിക്ക് ഏതായാലും വിവേചനം, രണ്ട് രീതിയിൽ വിവേചനം ഉണ്ടാകത്തില്ലല്ലോ. കോടതി ഇനി അങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ. കോടതിക്ക് ബോധ്യം വന്നുകൊണ്ടാണ്. പക്ഷെ ഹൈക്കോടതി പറയുന്നു കുറച്ചുകൂടെ ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞതല്ലാതെ കൊണ്ട് അദ്ദേഹത്തിനെ കുറ്റവാളിയായിട്ടോ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള വീഴ്ചയായിട്ടോ ഒന്നും കോടതി പറഞ്ഞിട്ടില്ല. വീണ്ടും അന്വേഷിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ അത് ബഹുമാനിക്കുന്ന ഒരു വാക്കായിട്ട് തോന്നുന്നില്ല. അവഗണിക്കാന്നൊന്നും അദ്ദേഹം പറഞ്ഞ കോടതി വിധിയിലില്ല. ഞാനിപ്പോഴും വായിച്ചതാണ്. അപ്പൊ അങ്ങ് ആ സ്ഥിതിക്ക് ഇനി ധാർമ്മികതയാണ് നിങ്ങൾ പൊക്കിപ്പിടിക്കുന്നത്. ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞു. ഇനി ഇതിന്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് അദ്ദേഹം രാജിവെക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പാർട്ടി തീരുമാനമെടുക്കും, മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. നിങ്ങൾ സംശയിക്കേണ്ട, അങ്ങനെ ചരിത്രമുണ്ട് കേരളത്തിൽ. EP ജയരാജന്റെ പേരിൽ ആരോപിച്ചത് വെറും യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം മാറി നിന്ന ആളാണ്. കോടതി അദ്ദേഹത്തിന് പേരിൽ കുറ്റവാളിയാക്കി തെറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പരാതി കൊടുത്തയാളെ കോടതി വിമർശിച്ചു. ഹൈക്കോടതി, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ എടുപ്പിക്കും. പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഒന്ന് രാജിവെപ്പിക്കണം, ആ രാജി ഒന്ന് ആഘോഷിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോഴെല്ലാം രാജിവെക്കാനാണ് പിന്നെ കേരളത്തിലെ ഒരു മന്ത്രിസഭ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എത്രയോ മന്ത്രിമാർ പണ്ട് രാജിവെച്ചു പോകണം. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇപ്പൊ നാളെ പാർട്ടി ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ ഒരു സംശയം പേരിക്കണ്ട. അതിന് ശേഷിയും ശേഷിയുള്ള സർക്കാരാണ് LDF സർക്കാർ. ആ ധാർമ്മികത വെച്ച് അദ്ദേഹത്തിന് രാജിവെക്കണമെങ്കിൽ മന്ത്രിസഭയിൽ ആരുടെ രാജിയാണ് പ്രതിപക്ഷം ചോദിക്കാത്തത് എന്നാണ് ഇന്ന് MP ഗോവിന്ദൻ ചോദിച്ചത്. അതിനപ്പുറം ഒരു തീരുമാനമുണ്ടാകും നാളെ എന്ന് പ്രതീക്ഷിക്കാം എന്നതാണ് റെജി ലൂക്കോസിന്റെ വാക്കുകൾ നൽകുന്നത്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അധിക സമയം അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല ഈ കോടതി ഉത്തരവിന്റെ. ഒരു കാര്യം, നമ്മുടെ സമയം കഴിയുന്നു. രേണുക, ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം രണ്ട് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് പോകണം. അദ്ദേഹം തിരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത തെറ്റ്, ആ തെറ്റായി പോയി. അത് തെറ്റായി പോയത് ഇപ്പോഴെങ്കിലും സമ്മതിക്കണം. രണ്ടാമത്തെ വിഷയം, ഇൻവെസ്റ്റിഗേഷന്റെ ലാപ്സസിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായി അംഗീകരിക്കാൻ പാർട്ടി തയ്യാറാകണം. ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അത് തള്ളിക്കളഞ്ഞു. എന്തായാലും വിഷയം ഗൗരവമായി തന്നെ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ.